നമ്മൾക്കൊരു വട ഉണ്ടാക്കിയാലോ? അങ്ങനെ ഉണ്ടാക്കാൻ സാധാരണ. അപ്പൊ വട ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മള് കപ്പയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിൽ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 വിസിലാണ് ഇതാക്കിയിട്ടുള്ളത്. നിങ്ങളെ കുക്കറിനനുസരിച്ച് നിങ്ങൾക്ക് ആക്കട്ടോ. ഇപ്പോൾ അതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം. 2 വലിയ സവാള, 4 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചിയും, പിന്നെ കുറച്ച് കരിവേപ്പിലും പിന്നെ മല്ലിയിലും വേണം. ഇത് നല്ലോണം ചെറുതാക്കി അരിയണം. അപ്പോൾ കപ്പ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് അരിഞ്ഞു വെച്ച സാധനങ്ങൾ അതിലേക്ക് ഇടുക. കപ്പ ആദ്യം ഉടച്ചെടുക്കണമായിരുന്നു, ഞാൻ മറന്നു പോയിട്ടോ. എന്നിട്ട് കൈ വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ കൈ നീറ് ഉദാരിച്ച് കൈയിലോണ്ടാണ് ആക്കിയത്. നിങ്ങൾക്ക് കൈ കൊണ്ട് പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഇതാ നന്നായി മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത് കയ്യിൽ പറ്റി പിടിക്കണ്ട എന്ന് വിചാരിച്ച് നമ്മൾക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി കുറേശ്ശെ ഇട്ട് മിക്സാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി നന്നായിട്ട് കുഴച്ച് വരച്ചാണ്ട് എടുക്കാം. ഇനി നമ്മൾക്ക് കയ്യിൽ ഓയിൽ തേച്ച് ഇഷ്ടമുള്ള ഷേപ്സിൽ ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഷേപ്പിലാട്ടോ ആക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷേപ്സിലൊക്കെ ആക്കട്ടോ. അപ്പോൾ കുട്ടികൾക്കൊന്നും കൂടി ഇഷ്ടമാവും. ഇനി വെറുതെ ഒരു രസത്തിന് നടുവിലൊരു ഓട്ടം ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ കുറേ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് ചൂടായ എണ്ണയിൽ ഇട്ട് പൊരിച്ചെടുക്കാം. ഇതിനി ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റിൽ ഒന്ന് അറിയിക്കട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യാനൊന്നും മറന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും. ബൈ. അപ്പോൾ വേഗം ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.